ഹായ് ഫ്രണ്ട്സ്, സെപ്റ്റംബർ 10-ാം തീയതി ആരംഭിക്കാൻ പോകുന്ന നമ്മുടെ LDC ഫൗണ്ടേഷൻ ബാച്ചിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഞാനും സ്വാതി മിസ്സും നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഈ ഒരു LDC ഫൗണ്ടേഷൻ ബാച്ച് എന്തൊക്കെയാണ്, ഏതൊക്കെ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ഒരു ബാച്ച് തുടങ്ങുന്നത്? സ്വാതി മിസ്, ഇത് ഇവിടെ ഫൗണ്ടേഷൻ ബാച്ച് ആണ്. LDC ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ മെയിൻ ആയിട്ട് ഈ തുടക്കക്കാരാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പഠിച്ചു തുടങ്ങാൻ സാവധാനത്തില് എല്ലാ ടോപ്പിക്കും നമ്മള് ചെറിയൊരു ബേസിൽ പോകുന്ന ഒരു ബാച്ച് ആയിരിക്കും. എത്ര കാലാവധിയാണ് നമ്മുടെ ഈ ബാച്ച്? ഒരു വർഷമാണ് വാലിഡിറ്റി. അതുകൊണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ എല്ലാ സിലബസും ഇങ്ങനെ സാവധാനം കൃത്യമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു ടൈം ഉണ്ട്. അതായത് ഒരു കൊല്ലം കൊണ്ട് LDCയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബാച്ചാണ് LDC ഫൗണ്ടേഷൻ ബാച്ച്. ആരംഭിക്കുന്നത് സെപ്റ്റംബർ 10-ാം തീയതിയാണ്. പിന്നെ നമുക്ക് ഇതിൽ ആരൊക്കെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്, വേറെ എന്തൊക്കെയാണ് ഈ ബാച്ചിന്റെ പ്രത്യേകത തുടങ്ങിയ കാര്യങ്ങൾ മിസ് പറയും. ഓക്കെ, അപ്പൊ ഫാക്കൽറ്റീസിന് അറിയാന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും ആകാംക്ഷ വെയിറ്റ് ചെയ്യുന്ന കാര്യം അല്ലെ. അപ്പൊ നോക്കാം, ഇവരുടെ ഫാക്കൽറ്റീസിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ മൻസൂർ അലി സാറാണ് ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക് ആയിട്ട് എത്തുന്നത്. പക്ഷെ സാറിന്റെ കൂടെ ആരും കൂടി നമ്മളെ അനന്തു സാറും കൂടി ഉണ്ടായിരിക്കും. ഹിസ്റ്ററി ആയിട്ട് അനന്തു സാർ ഉണ്ടായിരിക്കും. പിന്നെ അടുത്തത് മാത്സ് ആണ്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പറയുമ്പോൾ അവിടെ ജെറിൻ സാർ ഉണ്ട്, അതുപോലെ നമ്മുടെ ഇസ്മയിൽ സാർ ഉണ്ട്. ഓക്കെ, അതുകൂടാതെ അജ്മൽ സാറും കൂടെയാണ് മാത്സ് മെന്റൽ എബിലിറ്റി ടോപ്പിക് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ MEM എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോർ സാധനങ്ങളാണ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അപ്പൊ ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മലയാളം എടുക്കാനാണ്. സജിമോൾ മിസ് ആണ്, നിങ്ങൾക്ക് അറിയാം, ഗുർവിയാണ് നമുക്ക് മലയാളം എടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ലിറ്ററേച്ചർ ഉണ്ട്. അതേപോലെ തന്നെ LDCയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കറന്റ് അഫയേഴ്സ്. അപ്പൊ കറന്റ് അഫയേഴ്സ് എടുക്കാൻ നമുക്ക് രണ്ടുപേരുണ്ട്, പ്രമോദ് സാർ ഉണ്ട്, അതേപോലെ തന്നെ പ്രദീപ് സാറും ഉണ്ട്. അതിന് പ്രമോദ് സാറിന് ഇതിന് പുറമെ നമുക്ക് ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ ആൻഡ് സ്പോർട്സ് എന്ന് പറഞ്ഞ ഭാഗം കൂടെ പ്രമോദ് സാർ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ മിസ് പറഞ്ഞോളൂ ബാക്കി. നെക്സ്റ്റ് ഇവിടെ നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആയിട്ട് 3 പേരാണുള്ളത്. അത് നമ്മുടെ ഇവിടെ ഫാരിസ് സാറുണ്ട്, അതേപോലെ സുമി മിസ് ഉണ്ട്, നിസാം സാറുണ്ട്. ഇവരാണ് ഇംഗ്ലീഷ് ആയിട്ട് നമ്മളെ മുന്നിലെത്തുന്നത്. ഇനി അടുത്തത് ജോഗ്രഫി IT ആയിട്ട് എബിൻ സാർ ആണ് ഉണ്ടായിരിക്കുക. പിന്നെ ജോഗ്രഫി ആയിട്ട് എബിൻ സാറിന്റെ കൂടെ സൂരജ് സാറും കൂടെ ഉണ്ടായിരിക്കും അല്ലെ. പിന്നെ നമുക്ക് LDCയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സയൻസ് ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാം, 3 ഭാഗങ്ങളുണ്ട്. ഇതൊക്കെ ആരൊക്കെയാണ് എടുക്കുന്നത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഫിസിക്സും ആയിട്ട് ദീപിക മിസ് ഉണ്ട്, അതുപോലെ തന്നെ സിബി സാറും ഉണ്ടാവും. പിന്നെ ബയോളജി പക്ഷേ സ്വാതി മിസ് ഒറ്റയ്ക്കാണല്ലോ എടുക്കുന്നത്. ലൈഫ് സയൻസ് മിസ് ഒറ്റയ്ക്ക് തീർക്കും. അതേപോലെ തന്നെ സയൻസിലെ വേറെ ഇമ്പോർട്ടന്റ് ഭാഗം കെമിസ്ട്രി ഉണ്ട്. കെമിസ്ട്രിക്ക് നമ്മുടെ പ്രിയങ്കരിയായ ജംഷീന മിസ് ഉണ്ട്. അതേപോലെ തന്നെ സരിത് സാറും ചേർന്നിട്ടായിരിക്കും കെമിസ്ട്രി നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് ആയിട്ട് നമ്മുടെ ശരത് സാറാണ് ഉണ്ടായിരിക്കുക. അതുപോലെ അടുത്തത് കേരള ഗവേണൻസ് ഇമ്പോർട്ടന്റ് ആക്ട്, ഈ ടോപ്പിക് ആയിട്ട് വരുന്നത് ആനന്ദ് സാർ ആയിരിക്കും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അടുത്തത്, അതായിട്ട് വരുന്നത് നമ്മുടെ പ്രവീൺ സാറാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ ഈ ഫാക്കൽറ്റീസിന് നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ എപ്പോഴും ആപ്പിൽ കാണുന്ന ഫാക്കൽറ്റീസ് തന്നെയാണ്. എല്ലാ ഇമ്പോർട്ടന്റ് ഫാക്കൽറ്റീസും ഈ ഒരു ബാച്ചിലും ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ച് കൺഫ്യൂഷൻ ആവേണ്ട, പേടിക്കേണ്ട ഒരു കാര്യമില്ല. നല്ല വൃത്തിക്ക് ഒരു വർഷം കൊണ്ട് LDCയുടെ സിലബസ് നമ്മൾ ഈ ഒരു ബാച്ചിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ബാച്ചിന്റെ വേറെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് മിസ് പറഞ്ഞേ? ഓക്കെ, ഇനി നമ്മൾ എല്ലാ ബാച്ചും നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഈ ഫാക്കൽറ്റീസിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണല്ലോ പറഞ്ഞു. ഇനി അടുത്ത ക്ലാസ് അല്ലെ, ലൈവ് ക്ലാസ് ആണോ അത് റെക്കോർഡഡ് ആയിട്ട് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ആണ് അല്ലെ. ലൈവ് ഇപ്പൊ എല്ലാ ആൾക്കാർക്കും ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കാം. അപ്പൊ ലൈവ് മിസ്സാവുകയാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ക്ലാസ്സസും റെക്കോർഡഡ് ആണ്. അപ്പൊ റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ് എന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് പോകുന്നത്. പിന്നെ നമ്മുടെ ക്ലാസിന്റെ ആ ഒരു നോട്ട്സ് അത് എങ്ങനെ കിട്ടും? എഴുതിയതും കിട്ടും, എഴുതാത്ത അനോട്ടേറ്റഡ് ആയിട്ട് കിട്ടും, അനോട്ടേറ്റഡ് അല്ലാത്ത ആ ഒരു രീതിയിലുള്ള PDF നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ മെന്റർ സപ്പോർട്ട് ആണ് അടുത്തത് അല്ലെ. എനിക്ക് എന്തെങ്കിലും റിലേറ്റഡ് ഡൗട്ട് കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വരുമ്പോൾ, കോഴ്സ് കിട്ടാത്ത പ്രശ്നം എന്തെങ്കിലും അല്ലെ, ക്ലാസ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മെന്റേഴ്സ് ഉണ്ടാവും. പിന്നെ ടെസ്റ്റ് സീരീസ് ആണ്, റിവിഷൻ എക്സാംസ്, മോക്ക് എക്സാംസ് ഒക്കെ ഒരു കൃത്യമായ ഇടവേളകളിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അവിടെ എല്ലാ ബാച്ചിലും ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ബാച്ചിന്റെ ഫീച്ചേഴ്സും നമ്മൾ ഒരുപാട് നമ്മുടെ സൈലത്തിനെ കുറിച്ച് അറിയുന്നവരെ ഒരുപാട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ക്ലാസ്സുകൾ ലൈവ് ആണ്, ഒരു 2-3 ക്ലാസ്സുകളൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ. പിന്നെ എന്താണ്, റെക്കോർഡഡ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യാം, PDF-കൾ ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളതും സാറ് പറഞ്ഞപ്പോൾ എനിക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇനി ഈ കാണുന്നത് ഇവരെ നമ്മളിനി പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലെ.
അതെ, അപ്പൊ കഴിഞ്ഞ സക്സസ് മീറ്റും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. നമ്മുടെ കഴിഞ്ഞ LDCയിലുള്ള റാങ്ക് ഹോൾഡേഴ്സ് ആണത്. 5 ജില്ലകളിൽ നിന്നായിട്ട് വന്നിട്ടുള്ള നമ്മുടെ മികച്ച റാങ്ക് റാങ്ക് മാത്രമേ നമ്മൾ സ്ലൈഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഒരുപാട് റാങ്കുകൾ നിങ്ങൾക്ക് അറിയാം. കേരളം നമ്മൾ തൂത്തുവാരിയ ഒരു സംഭവമായിരുന്നു LDC. അതേപോലെ തന്നെ LPSA നോക്കുകയാണെങ്കിലും LGS നോക്കുകയാണെങ്കിലും CPO നോക്കുകയാണെങ്കിലും SI നോക്കുകയാണെങ്കിലും കേരളത്തിലെ ടോപ്പ് റാങ്കുകളൊക്കെ നമ്മൾ സൈലന്റ് PSC തൂത്തുവാരിയിട്ടുണ്ട്. ടോപ്പ് റാങ്ക് നേടുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. പറയാനില്ലല്ലോ. ഇനി ഓൾറെഡി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞതാണ്, കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 വർഷമാണ്. അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ പഠിച്ചെടുക്കാനുള്ള ഒരു ടൈമും കൂടി ഉണ്ട് അല്ലെ. അപ്പോ അതിന്റെ ഫീസ് ആണ് ഇനി അടുത്തത് അറിയാനുള്ള കാര്യം എന്ന് പറയുന്നത് 1999 ആണ് നമ്മുടെ ഈ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത്. വാലിഡിറ്റി 1 വർഷം. ഓക്കെ, ഇനിയിപ്പോ എന്തായാലും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാന്നുള്ളതാണ് അല്ലെ. ടൈം കളയാതെ തന്നെ ജോയിൻ ചെയ്യാം. സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ അത് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനൊക്കെ ആവശ്യമുള്ളവർക്ക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അറിയാനാണെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പർ 9951008000 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ LDC ഫൗണ്ടേഷൻ ബാച്ചിനെ കുറിച്ച് അത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിലൂടെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്, 1 കൊല്ലം കൊണ്ട് സിലബസ് തീർക്കുന്ന ഒരു ബാച്ച് ആയിരിക്കും. അപ്പൊ എല്ലാവരും തുടക്കം മുതൽ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കുക, നല്ല റാങ്കുകൾ കരസ്ഥമാക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.